पूछते थे अंगुली एक अंगुली क्या हो गया, അതൊരു വൃത്തികേട്. खराब दिखता. അപ്പോൾ ആ സ്ത്രീ പല പ്രാവശ്യം പ്രാർത്ഥിച്ച് വിരലൂടെ വളരാൻ. अक्सर वो प्रार्थना किया, प्रभु जी ये उंगली को भी बढ़ा दे. ഒരു ദിവസം കാതറിൻ ഗുൽമനോട് തന്നെ അവർ പറഞ്ഞു, एक दिन कादर गुलमान से भी बोला എൻ്റെ ഈ ഒരു വിരലൂടെ വളരാനെന്ന് പ്രാർത്ഥിച്ചു. मेरा ये अंगुली को भी बढ़ने के लिए प्रार्थना की. അന്ന് കുൽമൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു, उन्होंने जवाब दिया, സഹോദരി അത് നിനക്കൊരു സാക്ഷ്യത്തിനാണ്. बहन आपको ये गवाही के लिए, നിന്നെ കാണുന്നവർ മുഴുവൻ അറിയണം പണ്ട് നിനക്ക് നീളക്കുറവായിരുന്നു ദൈവമായി ഇത് ചെയ്തതെന്ന്. तुझे देखने वाला सबको ही जानना है, तो पहले बोनी थी और अभी नेचुरल हो गई. അതുകൊണ്ട് എവിടെ രോഗശാന്തി നടന്നാലും, जहाँ भी चंगाई हुआ, എവിടെ വിടുതൽ നടന്നാലും, जहाँ भी छुटकारा हुआ, പണ്ട് ഇതായിരുന്നു എന്ന് കാണിക്കുവാൻ ഒരു സൈൻ പുറകിൽ കാണാറുണ്ട്. पहले वैसे थे करके एक चिन्ह छोड़ देते. പക്ഷെ അവിടെ ഉയരുന്ന പദമാണ് എൻ്റെ കൃപ നിനക്ക് മതി. हालेलुया. उसमें मगर बढ़ने वाला शब्द है, मेरा अनुग्रह तेरे लिए काफी, അതുകൊണ്ട് നിന്നെ നടത്താൻ കഴിയും. इसलिए तुझे चलाऊंगा. എനിക്ക് പ്രധാനമായി മറുപടി പറയേണ്ടിയിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഞാൻ കവർ ചെയ്തു. जो जवाब देना था वो जवाब प्रश्न के लिए मैं जवाब दे दिया. ഇന്ന് ഉപദേശത്തിലേക്ക് കയറുവാൻ ദൈവകൃപയിൽ ശരണപ്പെടും. आज उपदेश में घुसने के लिए परमेश्वर का अनुग्रह में भरोसा करते. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് മീറ്റിംഗ് ഇല്ലെങ്കിൽ നന്നായിരുന്നു. मेरा युक्ति है कि अगर दोपहर को अगर मीटिंग नहीं रहने से अच्छा था. എനിക്ക് തോന്നുന്നു കർത്താവദാസന് അവർ പോകാനാണ് താല്പര്യപ്പെടുന്നത്. हालेलुया. हम लोग आज जाना चाहते हैं. അങ്ങനെയാണെങ്കിൽ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ തുടർന്ന് നമുക്ക് വേണ്ട और आगे हमको हिंदी का अनुवाद का भी जरूरत नहीं है. ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാമെങ്കിൽ അവർക്കും സൗകര്യമായിരിക്കും, ഇവിടെയും സൗകര്യമായിരിക്കും. हालेलुया. आज दोपहर का जो मीटिंग अगर कैंसिल करेगा तो हमारे लिए भी उनके लिए എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി അല്ല ഞാൻ പറഞ്ഞത്. मेरे व्यक्तिगत फायदा के लिए नहीं है. എനിക്ക് ഒരു പ്രോഗ്രാമും ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. मेरा कोई प्रोग्राम नहीं, मैं यहाँ रहूँ. പക്ഷേ നമ്മുടെ ഒരു കാത്തിരിപ്പ് യോഗം പാരലിൽ നടന്നത് അങ്ങപ്പുറത്തെ റൂമിലായിരുന്നു. हमारा जो एक टायरिंग मीटिंग वहाँ होता था पवित्र आत्मा के लिए. പക്ഷേ അത് ഇനി അതിനകത്ത് കൊള്ളുകയില്ല, ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. आज वो भर रहे लोग आज यहाँ कर सकते हैं. അതുകൊണ്ട് ഇവിടെ തന്നെ ആ മീറ്റിംഗ് നടക്കട്ടെ. उसको ये मीटिंग यही होने दें. നാളെ ഒരു ദിവസം നിശ്ചയമായിട്ടും എനിക്കൊരു ഓഫ് കിട്ടിയാൽ കൊള്ളാം. अरे कल मेरे लिए अगर ऑफ मिल गया तो अच्छा होता. തിങ്കളാഴ്ച വീണ്ടും നമുക്ക് തുടരണമെങ്കിൽ തുടരാം. हालेलुया. सोमवार से फिर बाइबल स्टडी करना है तो करेंगे. നമുക്കത് ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് തീരുമാനിക്കാം. हालेलुया. शनिवार इतवार को हम निर्णय लेंगे. ഇന്നുകൊണ്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യാം. आज से इस एक सेक्शन हम खत्म करते ഞാൻ हैं. എടുക്കാൻ ആഗ്രഹിച്ചിരുന്നതിലെ ഒന്ന്, ദൈവിക സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മാറ്റേണ്ടതിന് ഉപദേശത്തിൽ പിശാച് വരുത്തുന്ന പാകപ്പിഴകളാണ്. मैं लेना चाहता था परमेश्वर का रूप और समानता से हटाने के लिए उपदेश में गलती लाना शैतान का काम है. ഞാൻ ആ ഭാഗങ്ങളൊന്ന് കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. मैं उसको पूरा करना चाहूँगा. ഓക്കെ, ആരംഭത്തിങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. शुरुआत में परमेश्वर अपने रूप और समानता में मनुष्य को बनाया. അവിടെ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ ദൈവിക സാദൃശ്യത്തിൽ നിന്ന് പിശാച് മാറ്റിക്കളഞ്ഞു. वहाँ से मनुष्य का शरीर को परमेश्वर का समानता से शैतान हटाया. ദൈവം സൃഷ്ടിക്കാത്ത പലതും ശരീരത്തിന്മേൽ സൃഷ്ടിക്കപ്പെട്ടു. परमेश्वर ने जो सृष्टि नहीं किया ऐसे बहुत बात शरीर में बनाया गया. ഞാൻ എടുത്തു പറഞ്ഞു, പച്ചകുത്തി ടാറ്റു വരച്ചു, കളർ അടിച്ചു, പെയിന്റ് അടിച്ചു, ആകെ മാറ്റി. मैंने बताया था गोदना और छेदना सारे बात जो शरीर में ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വരൂപത്തിൽ നിന്നും മാറ്റി. परमेश्वर का समानता और रूप से हटाया. ദൈവിക കൽപ്പനകൾ ലംഘിച്ചു. परमेश्वर का आज्ञा का उल्लंघन किया. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ദൈവപ്രമാണത്തിൽ നിന്ന് മാറി. मतलब हमारा प्राण जो है परमेश्वर का व्यवस्था से हट गया. അങ്ങനെ മനുഷ്യനെ നശിപ്പിച്ചു. ऐसा मनुष्य को नाश कर दिया. ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയായിരുന്നു. उसके बारे में हम मनन कर रहे हैं. ഞാൻ ആ ശരീരത്തിന്റെ ചേഞ്ചിനെ കുറിച്ചും തൊടും. मैं शरीर का बदलाव के बारे में भी എന്നാൽ ഉപദേശത്തിന്റെ ചേഞ്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. मगर उपदेश का बदलाव सबसे ज्यादा मैं लेना चाहूंगा. ഞാൻ അത് എടുക്കേണ്ടതിന് വേണ്ടി യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കയറാൻ പോകും. वो लेने के लिए मैं एशिया का किताब में जाना चाहूंगा. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. उसका 14 का 12 വളരെ ഗൗരവമുള്ള, ഈ ചർച്ചിൽ അറിയാവുന്ന, ഞാൻ നേരത്തെ ഈ ചർച്ച പറഞ്ഞിട്ടുണ്ട്, വെളിയിലുള്ളവർക്കായിരിക്കും അതൊന്ന് പുതുമയായി തോന്നുന്നത്. യെശയ്യാവ് 14:12. एशिया 14 का 12. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഇവിടെ ശുക്രൻ എന്ന ഹിന്ദി ഇവിടെ അരുണോദയ പുത്രനായ ശുക്ര എന്നൊരു ചോദ്യം മലയാളത്തിലുണ്ട്. यहाँ हालेलुया भोर के चमकने वाला तारा करके हिंदी में है. അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന എന്തോ. मगर अंग्रेजी में क्या लिखा है? Thou Lucifer, son of the morning star. Thou Lucifer, son of the morning star. എന്ന് പറഞ്ഞാൽ ലൂസിഫർ എന്നതിന്റെ തർജ്ജിമകൾ അങ്ങും ഇങ്ങും ഒക്കെ കൊടുത്തതാണ്. യഥാർത്ഥ പേര് ലൂസിഫർ എന്ന. हालेलुया. लूसीफर का अनुवाद कहीं कहीं दिया है, असली जो शब्द है लूसीफर. How art thou fallen from heaven, Lucifer, son of the morning star, morning. तो स्वर्ग से कैसे गिर गया ये लूसीफर? ലൂസിഫറിനെ കുറിച്ച് പറയുന്ന പദമാണ്. लूसीफर के बारे में बोलने वाला शब्द है. ഇവൻ എപ്പോഴാ സ്വർഗത്തിൽ നിന്ന് വീണത്? ये कब स्वर्ग से गिरा? ആരംഭത്തിൽ ദൈവം ഇവനെ ഭൂമിയിലാക്കി.
शुरुआत में परमेश्वर उसको पृथ्वी पर रखा. ആ ടൈം ലൈൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ എൻ്റെ ഇതിൽ വന്നു ചേർന്നില്ല, സോറി. അതുകൊണ്ട് എനിക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ഒക്കുന്നില്ലെന്ന് മാത്രം. उसका जो टाइम लाइन में दिखाना चाहता था मगर वो नहीं आया, इसलिए नहीं. എന്ന് പറഞ്ഞാൽ ദൈവം ആരംഭത്തിങ്കിൽ ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ. लूसीफर से पूछ रहे जातियों को गिराने वाला. ജാതി എന്നില്ലല്ലോ. उस समय जाति नहीं था. ഇല്ലെങ്കിൽ എങ്ങനെ ബൈബിളിൽ ഇത് എഴുതുന്നത്? नहीं तो फिर कैसे लिखेगा? നിശ്ചയമായും ജാതിയുണ്ട്. जाति है. അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും ജാതികളെന്ന് ऐसा है तो जातियां किसको बुलाएंगे? അതുവരെയുള്ള സൃഷ്ടിയിൽ ദൃശ്യവുമുണ്ട് അദൃശ്യവുമുണ്ട്. उस समय तक का सृष्टि में दिखने वाले और नहीं दिखने वाले दोनों हैं. നിശ്ചയമായും ദൃശ്യമായതിനെ തന്നെയാണ് ഈ ജാതി എന്ന് വിളിക്കുന്നത്. निश्चित रूप से दिखने वाला बातों को जाति बताते हैं. അങ്ങനെയാണെങ്കിൽ ഇത് ദൂതന്മാരാ. ऐसा है तो स्वर्गदूत है. വേറൊരു ഭാഷയിൽ और एक भाषा में ദൈവത്തിന്റെ പൂർണ്ണഹിതം അനുസരിക്കാതെ വെളിയിലേക്ക് മാറിയ ദൂതന്മാരെയാണ് ജാതികളെന്ന് ആദ്യം വിളിക്കുന്നത്. हालेलुया. परमेश्वर की इच्छा ना मानते हुए बाहर जाने वाले को जाति बुलाते हैं. ജാതികൾ എന്ന പദം ദൂതന്മാർക്ക് അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർക്ക് ആരംഭിക്കുന്നു. जातियों ये शब्द जो है गिरा हुआ स्वर्गदूतों के लिए बताया गया. ഞാൻ ഇന്ന് ഓടിച്ചതിനെ കുറിച്ച് പറഞ്ഞേച്ച് ഇനി മാറാൻ പോവാം. मैं वो जल्दी बोल के उस बारे में मैं हटना चाहूंगा. കാലത്തിന്റെ പോക്കിൽ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. जब समय पूरा हो गया परमेश्वर मनुष्य को बनाया. സൃഷ്ടിക്കുന്ന സമയത്ത് മുഴുവനും ദൈവം അവരെ മനുഷ്യനെന്നേ വിളിച്ചിട്ടുള്ളൂ, ജാതി എന്ന് വിളിച്ചിട്ടില്ല. सृष्टि करते समय मनुष्य बुलाया, जाति नहीं बुलाया मनुष्य परमेश्वर. പിന്നെ എന്നാണ് ഇവരെ ജാതികളെന്ന് വിളിക്കാൻ തുടങ്ങിയത്? फिर कब उसको जाति बुलाया गया? നിമ്രോദിന്റെ കാലത്ത് निम्रोद के समय में ആകാശം വരെ മുട്ടുന്ന ഒരു കോട്ട പണിയാൻ അവൻ തീരുമാനിച്ചു. आकाश छूने वाले एक गुम्मट बनाना चाहा. वो മുട്ടുന്ന എന്ന വാക്കിന് ആകാശത്തെ സ്വാധീനിക്കുന്ന കോട്ട എന്നൊരർത്ഥമുണ്ട്. छूने वाला उसको ये शब्द है कि वो आकाश को प्रभुता करने वाला. ഇങ്ങനെ ആകാശത്തെ സ്വാധീനിക്കുവാൻ അവൻ എങ്ങനെ ശ്രമിച്ചു? आकाश को ऊपर प्रभुता करने के लिए कैसे वो संभव हुआ? വീണുപോയ ശക്തികളുടെ അടയാളങ്ങൾ, ചിഹ്നങ്ങൾ ഗോപുരത്തിന്റെ മുകളിൽ വെക്കുവാൻ അവൻ തീരുമാനിച്ചു. गिरा हुआ स्वर्गदूतों का चिन्ह ये गुम्मट के ऊपर रखने के लिए उसने निर्णय. ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് പിടികിട്ടുന്ന പ്രയാസമാണ്. ऐसे में बोलते जाएगा तो आपको शायद समझ में नहीं आएगा. ആ ക്രിയേഷൻ എന്നത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ ഉണ്ട്, ഞാൻ തരാം. ക്രിയേഷൻ ആ മീഡിയയിൽ ക്രിയേഷൻ അവിടെ ഉണ്ടോ? क्रिएशन आपके पास है तो दिखा दीजिए. ഉണ്ട്. ഉണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ എൻ്റെ ഉണ്ട്, ഞാൻ തരാം. हालेलुया. ഇതിനകത്ത് ക്രിയേഷൻ്റെ ഒരു PPT ഫയൽ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പറയേണ്ടത് പറഞ്ഞോട്ട് എന്നിട്ട് നമുക്കത് കാണാം. मैं तो बोलते जाऊंगा. ഒരു വലിയ ഗോപുരം പണിയാൻ അവൻ നിമ്രോദ് തീരുമാനിച്ചു. निम्रोद ने निर्णय लिया एक बहुत बड़ा गुम्मट बनाने ആ ഗോപുരത്തിന്റെ മുകളിൽ പൈശാചിക ശക്തികളെ അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാരെ ആകർഷിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് ആവശ്യമുള്ള ചിഹ്നങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. वो गुम्मट के ऊपर जो गिरा हुआ स्वर्गदूतों को आकर्षण करने के लिए उसका चिन्ह लगाने के लिए वो चाहा. ആ ചിഹ്നങ്ങൾ മുകളിൽ വെച്ചാൽ നിശ്ചയമായും ഈ വീണുപോയ ശക്തികൾക്ക് ഞാൻ നിനക്ക് അടിമയാണ്, ഇങ്ങോട്ട് പോരാനാണ് ഈ ചിഹ്നങ്ങൾ പറയുന്നത്, അവർ വന്നിരിക്കും. चिन्ह रखने का ये मतलब है मैं तेरा गुलाम हूँ इसलिए आ जाओ करके उसको बुलाने के लिए रखता है. അതുകൊണ്ടാണ് ദൈവം ആ ഗോപുരത്തിന്റെ പണിയെ തന്നെ ഇല്ലാതാക്കിയത്. इसलिए परमेश्वर रोज गुम्मट का बनाना बंद करा दिया. ചിഹ്നം നടന്നില്ല, പണി നടന്നില്ല. चिन्ह भी बना नहीं पाया, काम भी नहीं किया. എങ്കിലും ചിഹ്നങ്ങൾ ദൈവത്തിൻ്റെതല്ല എന്ന് കാണിക്കുന്ന ചിഹ്നങ്ങൾ അവൻ ലോകത്തിൽ പരത്തിക്കൊണ്ടിരുന്നു. फिर भी परमेश्वर का नहीं है ये गिरा हुआ स्वर्गदूतों का चिन्ह वो पृथ्वी पर फैलाया गया. രണ്ടാമത്തെ ആശയം അവൻ ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി. दूसरा वो कार्य वो कर रहा था परमेश्वर का व्यवस्था से लोग मनुष्य को हटाना. ആ കാലഘട്ടങ്ങളിലാണ് മോശ മുഖേന ദൈവത്തിന്റെ പ്രമാണങ്ങൾ കൊടുത്തത്. उस समय मूसा के द्वारा परमेश्वर ने अपना व्यवस्था दिया. മോശ പ്രധാനമായും 10 കൽപ്പനകളാണ് കൊടുത്തത്. मूसा द्वारा 10 आज्ञा ज्यादा दिया. ഈ 10 കൽപ്പനകളെ ബേസ് ചെയ്തുകൊണ്ട് 600-ലധികം കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട്. ये 10 आज्ञा से आधार करके करीबन 600 से अधिक आज्ञाएं पुराने नियम. നിയമങ്ങൾ കൊണ്ട്, കൽപ്പനകൾ കൊണ്ട് ദൈവിക കൾച്ചർ എന്താണെന്ന് ജനത്തെ പഠിപ്പിച്ചു. ये कानून के द्वारा परमेश्वर का संस्कार क्या है लोगों को सिखाया. ആ കൾച്ചറിൽ വേണം മനുഷ്യൻ ജീവിക്കുവാൻ. उस संस्कार में मनुष्य को जीना है. കൊല ചെയ്യരുത്, खून नहीं करना. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൊല ചെയ്യാൻ മനുഷ്യൻ അങ്ങ് തോന്നിപ്പോകും. मगर गुस्सा आने से खून करने के लिए इच्छा आएगा. അപ്പൊ ദൈവിക കൽപ്പനയിൽ നിന്ന് മാറി. तो परमेश्वर का संस्कार आज्ञा से हट गया. വ്യഭിചാരം ചെയ്യരുത്, व्यभिचार नहीं करना. പക്ഷെ ജഡമോഹം വർദ്ധിക്കുമ്പോൾ അങ്ങ് ചെയ്തു പോകും. हम अगर शरीर की इच्छा आता है तो कर देते. ദൈവിക കൽപ്പനയിൽ നിന്നും കൾച്ചറിൽ നിന്നും മാറി. परमेश्वर का संस्कार से हट जाएगा. അന്യൻ്റേത് മോഹിക്കരുത്, दूसरे का लालच नहीं करना. പക്ഷെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു മോഹം എപ്പോഴും ഉണ്ട്, അതങ്ങ് ചെയ്തു പോകും. मगर मनुष्य का हृदय में एक इच्छा हमेशा है वो कर जाता है. ഇങ്ങനെ ലൗകിക കൾച്ചറും പൈശാചിക കൾച്ചറും ദൈവിക കൾച്ചറും തമ്മിൽ ദൈവം വേർതിരിച്ചു. हालेलुया. दुनिया का संस्कार और परमेश्वर का संस्कार अलग कर दिया ഈ परमेश्वर. കൽപ്പനകൾ പ്രമാണിക്കാതെ മാറി നിൽക്കുന്ന ഒരു സമ്പ്രദായം മനുഷ്യനുണ്ടായി. ये संस्कार न पालते हुए हटने का एक कार्य मनुष्य में हुआ. 3, ജീവിത ശൈലിയിൽ മനുഷ്യനെ വീഴിച്ചു.
जीवन रीति में मनुष्य को गिराया शैतान। ഇനി യേശു ഇതിന്റെ ഈ കൽപ്പനകളുടെ ഒരു വിശദീകരണം യേശു പറയുന്നുണ്ട്. यीशु इसका एक समझाते हैं आज्ञा के बारे में। മത്തായിയുടെ സുവിശേഷം 5-6-7 അധ്യായങ്ങളിൽ मत्ती 5-6-7 अध्याय में കർത്താവായ യേശു ക്രിസ്തു കൽപ്പനകളുടെ ആത്മീക വിശദീകരണം പറയുന്നുണ്ട്. प्रभु आज्ञाओं का आत्मिक समझाना करते हैं। യേശു പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് പഴയ നിയമത്തിന്റെ കൽപ്പനകളെ മാറ്റാനല്ല, यीशु ने बोला मैंने आज्ञा को हटाने के लिए नहीं आया, പകരം ഞാനത് വിശദീകരിക്കാം. मैं उसको समझाता हूँ। മോശയുടെ പുസ്തകത്തിൽ കൊല ചെയ്യരുത് എന്ന് എഴുതിയിട്ടുണ്ട്. मूसा का किताब में खून नहीं करना करके लिखा है। ഞാൻ അതിന്റെ വിശദീകരണം പറയാം. मैं समझा रहा हूँ उसको। കൊല ചെയ്യരുതെന്നല്ല, കൂട്ടുകാരനെ ദ്വേഷിക്കുക പോലും അരുത്. हालेलुया। खून नहीं करना उतना ही नहीं है, दूसरे को दोष नहीं लगाना। ദ്വേഷിച്ചാൽ അത് വളർന്ന് വളർന്ന് കൊലപാതകത്തിൽ അസ്തമിക്കും. दूसरे पर वैर करने से उसको वो बढ़ करके खून में पहुंचेगा। മോശയുടെ പുസ്തകത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട്. मूसा की किताब में व्यभिचार नहीं करना लिखा है। ഞാൻ അതിന്റെ ആത്മീയ അർത്ഥം വിശദീകരിക്കാം. मैं उसका आत्मिक मतलब बताता हूँ। തെറ്റായ കണ്ണുകൊണ്ട് അന്യോന്യം നോക്കരുത്. गलत आंख से कोई स्त्री से कुदृष्टि नहीं करना, ഒടുവിൽ അത് വ്യഭിചാരത്തിൽ കലാശിക്കും. आखिर में वो व्यभिचार में पहुंचे। ഇങ്ങനെ യേശു അതിന്റെ ആത്മീയ അർത്ഥം പറഞ്ഞു കൊടുത്തു. ईश्वर उसका आत्मिक अर्थ बता दिया। പുതിയ നിയമത്തിൽ പാലിക്കേണ്ട ഉപദേശങ്ങളും പറഞ്ഞു കൊടുത്തു. नए नियम में पालन करने का उपदेश भी बता दिया। ഇന്ന് പുതിയ നിയമത്തിലെ ഉപദേശങ്ങളോടും സാത്താൻ എതിർത്ത് നിൽക്കും. आज नए नियम का उपदेश से भी शैतान मल्लयुद्ध करते हैं। പഴയ നിയമത്തിലെ ഉപദേശത്തോട് അവൻ എതിർത്താണ് നിൽക്കുന്നത്. पुराने नियम का उपदेश से वो मल्लयुद्ध करता ही है। സാത്താന്റെ ബൈബിളിൽ പഴയ നിയമത്തിന്റെ കൽപ്പനകളെ എതിർക്കുക എന്ന ആശയം 100% വ്യക്തമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. शैतान का बाइबल में पुराने नियम का आज्ञाओं का उल्लंघन करना करके लिखा हुआ है। അത് കിട്ടിയെങ്കിൽ ക്രിയേഷൻ കിട്ടിയെങ്കിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങാവോ? ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ക്രിയേഷൻ ഷുഡ് ബി PPT. सृष्टि। പിന്നെ അത് കിട്ടുമ്പോൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചേക്ക്. ഓക്കെ, അതുവരത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. हालेलुया। मिलने से दिखा देंगे। ക്രിയേഷൻ്റെ ഫയൽ കിട്ടിയെന്ന് ചോദിച്ചേ. കിട്ടി. ഓക്കെ, ആ പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങി. ഒരുപാട് ഇനി വരണം, ഞാനത് പറയാം. ക്രിയേഷൻ്റെ ആദ്യം മുതൽ എടുക്കാൻ പോവുകയാണെങ്കിൽ 4-5 മണിക്കൂർ വേണം, നമുക്കിന്ന് തീരുകയില്ല. सृष्टि का अगर दिखाना है तो 4-5 घंटा लगेगा। കേവലം ആ സൈനുകൾ ചിലത് കാണിക്കാൻ മാത്രമേ ഞാൻ ഒരുങ്ങുന്ന നിലവറൊന്നുമില്ല. उस चिन्ह में सिर्फ दिखाना चाहूँगा। ആരംഭത്തിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ക്രോപ്പ് സർക്കിൾസ് കാണിച്ചു. शुरुआत में हमने क्रॉप सर्कल दिखाया था। നിങ്ങളുടെ മുമ്പിൽ കാണുന്നതായ ആ പടത്തിനകത്ത് आप जो चित्र सामने देख रहे हैं, ഏറ്റവും അടിയിലത്തെ ലൈനിൽ തണ്ട് ഒരു 11 ചിഹ്നങ്ങൾ ഒന്നിനു പുറകെ വന്നിട്ടിരിക്കുന്നത് കാണാം. नीचे के लाइन में 11 चिन्ह एक के बाद एक दिखा। ഇന്നും ലോകത്തിലെ ശക്തിയേറിയ മന്ത്രവാദികൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ഇത് തന്നെയാണ്. आज दुनिया का सामर्थ्य जो जादू टोना वाला इस्तेमाल करने वाले यही चिन्ह है। നിമ്രോദ് ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച ഗോപുരത്തിന്റെ മുകളിൽ ഇത് വെക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത്. निम्रोद जो गुम्बद बना रहा था उसके ऊपर ये रखना चाहा। ഞാൻ അതിന്റെ ഒരു വിശദീകരണവും പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുമില്ല. मैं उसको समझा नहीं रहूंगा ज्यादा। അടിയിലത്തെ ഒരൊറ്റ ലൈൻ മാത്രം ശ്രദ്ധിച്ചാലും नीचे का एक लाइन सिर्फ देखिए, ഒരു 11 ചിഹ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവിടെ കാണാം. 11 चिन्ह एक के बाद एक लिखा। സത്യത്തിൽ 12 ചിഹ്നങ്ങളാണ് ഉള്ളത്. सच में 12 चिन्ह है, ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല, एक मुझे मिला नहीं, ഒന്ന് തപ്പിയെടുത്തിടാൻ പറ്റിയില്ല. वो मैं ढूंढ के निकाल नहीं पाया। 11 ചിഹ്നങ്ങളാണ് അവിടെ ഉള്ളത്. 11 चिन्ह वहाँ है। ഈ ചിഹ്നങ്ങൾ പൈശാചിക ശക്തികളെ കുറിക്കുന്നതാണ്. ये चिन्ह शैतान की शक्ति को दिखाते हैं। അതിന്റെ ഓരോ ചിഹ്നങ്ങളുടെ മുകളിലേക്ക് കാണുന്നത് നക്ഷത്ര മണ്ഡലങ്ങളാണ്. उसका ऊपर जो दिख रहा है वो तारों का क्षेत्र है। ആ 11 ചിഹ്നങ്ങളുടെ മുകളിലും നക്ഷത്ര മണ്ഡലങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്. 11 चिन्हों के ऊपर भी तारों का जो क्षेत्र दिखाया। ആ നക്ഷത്ര മണ്ഡലങ്ങളിൽ പാർത്തു വരുന്ന ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ ഇഷ്ടപ്പെടുന്ന അവരുടെ ചിഹ്നങ്ങളാണ് ഓരോ സെഗ്മെന്റിൽ കാണിച്ചിരിക്കുന്നത്. उस तारों के क्षेत्र में रहने वाला गिरा हुआ स्वर्गदूत पसंद करने वाला चिन्ह उसके नीचे दिखाए। വേറൊരു ഭാഷയിൽ और एक भाषा में അന്ന് ജാതികളെന്ന് വിളിച്ചിരുന്നത് വീണുപോയ ദൂതന്മാരെയാണ്. उस दिन जो जातियां बुलाया गया ये गिरा हुआ स्वर्गदूतों को। നിങ്ങൾക്ക് മനസ്സിലായല്ലോ? आपको समझ में आ रहा है? ഇനി അതെടുത്തിട്ട് ഞാൻ ഇന്ന് തന്ന ഫയലിലേക്ക് ഇനി നമുക്ക് കൊണ്ടുവരും. अभी आज का फाइल दिखा। ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. इतना हमको मिल गया। നിമ്രോദ് ഈ ചിഹ്നങ്ങൾ മുകളിൽ വെക്കാൻ പോവാ. निम्रोद ये चिन्ह गुम्बद के ऊपर रखना चाहिए। വീണുപോയ ദൂതന്മാർ ഇതിനാൽ ആകർഷിക്കപ്പെടും. हालेलुया। गिरा हुआ स्वर्गदूत इसके द्वारा खींचा जाएगा। ഞങ്ങൾ ഭൂമി നിനക്ക് അടിയറ പറയുകയാണ് എന്ന് ആ ദൂതന്മാരോട് പറയുന്നതിന് തുല്യമാണ് ഈ വെച്ചിരിക്കുന്നതായ ചിഹ്നങ്ങൾ. हमारा पृथ्वी तुम्हारा गुलामी में ला रहा करके स्वर्गदूतों को बोलने का अर्थ ये चिन्ह देने से। ഞാൻ എവിടം വരെ പോകണമെന്ന് എനിക്കറിയത്തില്ല. ജ്യോതിശാസ്ത്രവും മറ്റും പഠിച്ച വിദ്യാസമ്പന്നർ ഇതിനകത്ത് എൻ്റെ മുമ്പിൽ ഇപ്പം ഇരിപ്പുണ്ട്. ज्योतिष सब सीखा हुआ लोग हमारे सामने बैठा हुआ है। ഇന്നലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു.
कल भी हम लोग आपस में बात की 27 നക്ഷത്രമണ്ഡലങ്ങളെക്കുറിച്ചാണ് ജ്യോതിഷശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത്. आज 27 तारों का क्षेत्र के बारे में ज्योतिष लोग सिखाते हैं. അതിനകത്ത് മിക്സ് ചെയ്ത് കിടക്കുന്ന ജാതികളെന്ന് ബൈബിൾ വിളിക്കുന്ന വീണുപോയ ദൂതന്മാരെ 27 മണ്ഡലങ്ങളുള്ളതിനെയും ആകർഷിക്കാൻ വേണ്ടി 12 സോഡിയാക് സൈനുകൾ മതിയെന്നാണ് निम्रोदिന്റെ അഭിപ്രായം. हालेलुया. निम्रोद के युक्ति में उसमें जो गिरा हुआ स्वर्गदूतों के खींचने के लिए सिर्फ 12 चिन्ह काफी है. നിമ്രോദിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് വെറും തമാശയൊന്നും അല്ല. निम्रोद का युक्ति मजाक नहीं है. ഏതാണ്ട് 10-12 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം പണിയാമെന്ന് അക്കാലത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞവനവൻ. उस दिन हालेलुया करीबन 11-12 किलोमीटर का एक गुम्बद बनाने के लिए वो चाहा, वो योजना बनाया. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും കലിപ്പം കൂടിയ ഗോപുരത്തിന് 1 കിലോമീറ്ററിന് താഴെ ഉയരമുള്ളൂ. मैं बहुत बार बताया हूँ, आज दुनिया में है सबसे बड़ा गुम्बद जो है 1 किलोमीटर से कम है. ഒരു യൂണിവേഴ്സിറ്റിയോ ശാസ്ത്രജ്ഞനോ സയൻസോ സിമെന്റോ ഒന്നും ഇല്ലാഞ്ഞ കാലത്താണ് 12 കിലോമീറ്റർ പണിയാമെന്ന് നിമ്രോദിന് തോന്നിയത്. सीमेंट यूनिवर्सिटी कुछ भी नहीं था उस समय. निम्रोद ने योजना बनाया 12 किलोमीटर गुम्बद बनाया. ആ ടെക്നോളജി അവൻ ആര് കൊടുത്തു എന്നതാണ് ചോദ്യം. वो टेक्नोलॉजी उसको कौन दिया? നിശ്ചയമായും അവന്റെ അപ്പൻ വീണുപോയ ദൂതനാണ് അയാൾ കൊടുത്തതാ. उसका बाप जो गिरा हुआ स्वर्गदूत ने दिया उसको. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയാണ് ഈ ചിഹ്നങ്ങളും കൈമാറിയത്. ऐसा है तो वो उसके ये चिन्ह भी दे दिया. അവൻ തന്നെയാ പറഞ്ഞത് ഈ ആകാശ ശക്തികളെ ജാതികളെ ഈ ചിഹ്നങ്ങൾ കൊണ്ട് ആകർഷിക്കാമെന്ന്. वही बताए होंगे कि ये गिरा हुआ स्वर्गदूतों के चिन्ह के द्वारा आकर्षण कर. ഏതാണ്ട് ഒരു ആശയം ഉള്ളവർക്ക് ഇത് പിടികിട്ടിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. ये कुछ युक्ति है उनको ये समझ में आएगा. അതായത് ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് അതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. ये इतिहास थोड़ा सा जानने वाले को समझ में आएगा, उससे ज्यादा मैं समझा नहीं पाऊंगा. ഓക്കെ, ആ ജാതികളെ ആകർഷിക്കാൻ വേണ്ടി മുമ്പേ നമ്മൾ കണ്ട ചിഹ്നങ്ങൾ കൊണ്ട് വെച്ചു. उस जातियों को खींचने के लिए ये चिन्ह रखा गया. ആരായിരിക്കും ഈ ചിഹ്നങ്ങൾ ഉണ്ടാക്കിയത്? ये चिन्ह कौन बनाए होंगे? നിശ്ചയമായും ലോകത്തിന്റെ അന്നുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. निश्चय रीति से दुनिया का चारों होने से उस दिन का लोग एकत्रित हुआ है. ബാംഗ്ലൂരിൽ നിന്ന് പോയവരോട് ഞാൻ പറഞ്ഞു കാണും, നമുക്ക് ഏറ്റവും ഇഷ്ടദേവൻ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന വീണുപോയ ദൂതന്റെ ഇതാണ് ആ ചിഹ്നം നമുക്ക് കൊണ്ടുപോകാം. बैंगलोर से गए हुए लोगों को बताए होंगे कि हमारा जो इष्ट देवता है उसका चिन्ह ये है, उसको रखना है. മധ്യപ്രദേശത്ത് നിന്ന് വന്നവർ പറഞ്ഞു കാണും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറൊരു പുള്ളിയാണ്, അദ്ദേഹത്തിന്റെ ചിഹ്നം जो കൊണ്ടുപോകും. मध्य प्रदेश से गया उन लोग बोले होंगे कि हमारा पसंद का देवता का ये चिन्ह है. കേരളത്തിൽ നിന്ന് വന്നവർ മൂന്നാമത്തെ ഒന്ന് കൊണ്ടുവന്ന് കാണാം. केरला वाला तीसरे रखा. ഇങ്ങനെ 12 രൂപങ്ങൾ കൊണ്ടുവന്നു, ചിഹ്നങ്ങൾ കൊണ്ടുവന്നു. ऐसे 12 चिन्ह लेके आए. ഈ 12 ശക്തികളുടെ അടിമകളാകാൻ ഇവർ തീരുമാനിച്ചു. ये 12 शक्तियों का गुलाम वही बनना चाहा. ഒടുവിൽ ദൈവം ഇറങ്ങി വന്ന് ഇവരുടെ ഭാഷ കലക്കി. आखिर में परमेश्वर उतर के आए, उनका भाषा तितर बितर ഇനി कर ഞാൻ दिया. ദൂതന്മാരുടെ ഭാഷയെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. स्वर्गदूतों का भाषा के बारे में एक शब्द बताओ. വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്നത്. अलग अलग स्वर्गदूत अलग अलग भाषा बोलते हैं. ഒരുപക്ഷെ അവരുടെ ഭാഷയെ സംസാരിക്കുന്നവർക്ക് താല്പര്യമായിരിക്കും. हो सकता है कि उसका भाषा बात करने वाले को इच्छा होगा. ഞാൻ ഒരു കാര്യം പറയാം, പല രാജ്യത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ मैं एक बात बताऊं, अलग अलग देश के लोग एकत्रित होता है. ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന പാസ്റ്ററും ഞാനും കൂടി അടുത്തടുത്തിരുന്നു. हिंदी बात करने वाला पास्टर और मैं एक साथ रहा. മലയാളം മാത്രം അറിയാവുന്ന ബാക്കിയുള്ളവരുടെ നടുക്ക് ഞങ്ങൾക്ക് ഒരു രഹസ്യം പറയണമെന്ന് തോന്നിയാൽ मलयालम के वालों के बीच में हमको एक रहस्य बोलना है तो ഞാൻ അദ്ദേഹത്തോട് ഹിന്ദി പറയാൻ ശ്രമിക്കും. मैं उनसे हिंदी में बात करूं, കാര്യം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. क्योंकि आपको समझ में नहीं आएगा. ഇംഗ്ലീഷുകാരുടെ ഇടയിലാണ് ചെന്നതെങ്കിൽ अगर अंग्रेजों के बीच में है तो ഞങ്ങൾ മലയാളം പറയാൻ हम लोग ശ്രമിക്കും. मलयालम में बात करें. ഹിന്ദിക്കാരുടെ ഇടയിലാണ് ചെന്നതെങ്കിലും अगर हिंदी वाले के बीच में आया तो भी ഞങ്ങൾ രണ്ടുപേരും കൂടെ മലയാളം പറയാൻ हम लोग നോക്കും. मलयालम बात करें. എന്തിനാണ്? किस लिए? രഹസ്യം പറയാൻ വേണ്ടി. रहस्य बोलने की. ഇതുപോലെ അവരവർ സേവിക്കുന്ന ശക്തികളുടെ ഭാഷയിലേക്ക് മാറേണ്ടതിന് അതാത് ശക്തികളുടെ ഭാഷ അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. हालेलुया. वैसे ही विभिन्न भाषा बोलने वाले का हालेलुया जो गुलाम लोग उनका भाषा बोलना चाहेगा. ദൈവവും പറഞ്ഞു കാണും, ശരി, നീ കൊണ്ടുവന്ന ആ രൂപത്തിന് ആ ദൂതന് ഒത്ത ഭാഷ നീ അങ്ങ് പറഞ്ഞു. परमेश्वर बोले होंगे ठीक है, तुम जो लाया वो चिन्ह उसका भाषा तुम बोलो. അങ്ങനെയാണ് അവരുടെ ഭാഷ പിണങ്ങുന്നത്. ऐसे उसका भाषा तितर बितर कर വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. अलग अलग भाषा बोलने लगे. ഇനി ഞാൻ ഈ ഭാഷ എന്നുള്ള പേരിലേക്ക് ജാതിയെ കൊണ്ടുവരാൻ പോവാം. इस भाषा का नाम से मैं जातियों को ला रहा हूँ. ജാതികൾ എന്ന വാക്ക് ബൈബിളിൽ എന്നാരംഭിച്ചു? ये जातियाँ, ये शब्द बाइबल में कहाँ शुरू हुआ? ഇന്ന് കൊണ്ടുവന്ന ആ ഫയൽ, ആ വേർഡ് ഫയൽ ഒന്ന് പ്രൊജക്ട് ചെയ്തേ. आज का जो फाइल वेट फाइल प्रोजेक्ट करेंगे. അതെനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. ക്യാൻ യു സൂം എ ലിറ്റിൽ ദ ഫസ്റ്റ് ലൈൻ ഐ വാണ്ട്, ദ ഫസ്റ്റ് ലൈൻ. पहले लाइन दिखा दे. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലാണ് ആദ്യമേ ജാതികൾ എന്ന വാക്ക് കാണുന്നത്. उत्पत्ति 10 अध्याय में अन्य जातियाँ ये शब्द पहले दिखाएगा. താങ്ക് യു. അന്ന് വരെ ജാതികൾ എന്നൊരു പ്രസ്താവന ബൈബിളിൽ ഇല്ല.
तब तक जातियां एक शब्द बाइबल में नहीं। ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ജാതികൾ എന്നത് എഴുതേണ്ടതിന് 2-3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. हालेलुया। अंग्रेजी बाइबल में जातियां लिखने के लिए अलग अलग शब्द इस्तेमाल किए। ജെന്റൈൽസ് എന്നൊരു പദമുണ്ട്, जेंटाइल्स शब्द लिया गया, നേഷ്യൻസ് എന്നൊരു പദമുണ്ട്. नेशंस शब्द दिया गया। ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടാണ് ജാതികൾ എന്ന് മലയാളത്തിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കുകൾ വരുന്നത്. ये शब्द से मलयालम और हिंदी में जो जातियां शब्द आया। നേഷ്യൻസ് എന്നോ ജെന്റൈൽസ് എന്നോ ഉള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിച്ച് മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന ഒന്നാമത്തെ വാക്ക് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. मनुष्य को अलग झुंड करके बताने वाले एक शब्द जो उत्पत्ति 10 अध्याय में। അന്ന് വരെ മനുഷ്യൻ ഏകജാതിയാ. तब तक मनुष्य एक ही जाति था। അതിനിടയ്ക്കാണ് 6-ാമത്തെ അധ്യായത്തിലായപ്പോഴത്തേക്ക് മനുഷ്യൻ നിമ്രോദിന്റെ ഗോപുരം വരുന്നത്. हालेलुया। ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ. उत्पत्ति 6 अध्याय में हम देखते नोहेड है, നോഹ കഴിഞ്ഞ ശേഷം, नूह का पश्चात 10 अध्याय में जो निम्रोद का गुम्मट का बात। അതിനുശേഷം നിമ്രോദ് വന്നു. उसके बाद निम्रोद आया। നിമ്രോദ് ഗോപുരം പണിയുമ്പോഴും മനുഷ്യൻ ഒറ്റ ജാതിയാ, ജാതികളില്ല, മനുഷ്യനെല്ലാം കൂടി ഒരു ഗ്രൂപ്പാ. निम्रोद ये गुम्मट बनाते समय में एक ही जाति है ഈ मनुष्य। ചിഹ്നങ്ങൾ കൊണ്ടുവന്ന ശേഷമാണ് യഹോവ അവരുടെ ഭാഷ കലക്കിയത്. ये चिन्ह लाने के बाद परमेश्वर ने उसका भाषा को तितर, ഭാഷ കലങ്ങി കഴിഞ്ഞപ്പോൾ അവരെ ജാതികൾ എന്ന് വിളിച്ചു. भाषा तितर वितर होने के बाद उसको जातियां कहा गया। ഇനിയും ജാതികൾ എന്ന പ്രസ്താവന ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് താഴോട്ട് കാണിക്കാൻ പോകുന്നത്. കം ബാക്ക് ടു ദ പ്രൊജക്ഷൻ. हालेलुया। ये जातियां जो शब्द इस्तेमाल किया वो नीचे दिखा रहे हैं। കൊടുത്തിരിക്കുന്ന റെഫറൻസ് മുഴുവൻ മോനെ സ്ക്രോൾ ഓൺ അടുത്തത് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് പേജ്. उसका अगला पेज निकालेंगे। 3rd പേജ്, 4th പേജ്, 5th പേജ്. സ്ക്രോൾ ഓൺ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ആ 4 പേജ് നമ്മൾ കണ്ടത് മുഴുവനും വേദപുസ്തകത്തിൽ ജാതികൾ എന്ന ആശയം എഴുതിയിരിക്കുന്നതാണ്. 4 पेज हमने जो देखा है वो बाइबल में जातियां जो शब्द दिया हुआ है। എവിടെയാണ് ഇത് തുടങ്ങുന്നത്? कहाँ शुरू हुआ? 5ാമത്തെ പേജ് വേറെയാണ്. ഇതല്ല ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുറകിൽ നമ്മൾ കണ്ട 4 പേജുകൾ മുഴുവനും ബൈബിളിന്റെ റെഫറൻസ് കൊടുത്തിരുന്നതാണ്. 4 पेज में पूरा बाइबल का रेफरेंस दिया गया जहाँ जातियां लिखा है। ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വരെ ജാതികൾ എന്ന പദം ബൈബിളിലില്ല. उत्पत्ति 10 का 2 तक हालेलुया जातीय शब्द नहीं है। എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരെ ജാതികൾ എന്ന് വിളിച്ചത് യെശയ്യാവ് 14:12 നമ്മൾ കണ്ടു. मगर मनुष्य को बनाने के पहले स्वर्गदूतों को जातियां बुलाया हो यशायाह 14 का 12 में ഈ हमने देखा। വീണുപോയ ദൂതന്മാർക്ക് വേണ്ടി ഈ മനുഷ്യനെ ദൈവവും വിട്ടുകളഞ്ഞു. हालेलुया। ये गिरा हुआ स्वर्गदूतों के लिए मनुष्य को परमेश्वर ने छोड़ दिया। പല ഭാഷകളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു. हालेलुया। अनेक अनेक भाषा में मनुष्य जुड़ बढ़ गया। ഇനിയും ദൈവം ഈ മനുഷ്യനെ റിസ്റ്റോർ ചെയ്യുമ്പോൾ मगर परमेश्वर मनुष्य को जब पुनर्स्थापना करते हैं, പെന്തക്കോസ്ത് നാളിൽ വേറൊരു സംഭവം നടന്നു. पेंतिकोस्त के दिन में एक काम हुआ। ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ യെരുശലേമിൽ വന്നു. दुनिया का हर देशों से भक्त यहूदी लोग यरूशलेम पहुंचे। അവരെല്ലാം സ്വന്തം ഭാഷ वो സംസാരിക്കുന്നവരായിരുന്നു. अपना अपना भाषा बोलने वाला था। അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ प्रेरित 2 अध्याय में പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ ജനം അന്യഭാഷ സംസാരിച്ചു. पेंतिकोस्त के दिन में पवित्र आत्मा में लोग अनन्य भाषा बोलने लगे। വ്യത്യസ്ത ഭാഷക്കാർക്ക് ഒരുപോലെ മനസ്സിലായി. हालेलुया। अलग अलग भाषा वालों को एक समझ में आ गया। ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ജനം അകന്നതോടെ परमेश्वर का सन्निधि से लोग जैसे दूर चले गया, ജാതികളായി ദൈവത്തെ അനുസരിക്കാത്ത ദൂതന്മാർക്ക്